ഓൾ ഇന്ത്യയിലെ ആയുഷ് കൗൺസിലിങ്ങിൻ്റെ റൗണ്ട് 1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സൈറ്റിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാം. ഞാനത് കമ്മ്യൂണിറ്റിയിൽ ആ PDF ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇനി അതിൽ ശ്രദ്ധിക്കുക, ഇത് 5-ാം തീയതി പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാവും. ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. ഇനി റൗണ്ട് 1ൻ്റെ ഫിസിക്കൽ റിപ്പോർട്ടിങ്, അതായത് നിങ്ങൾ റൗണ്ട് 1ൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ടും കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 6-ാം തീയതി തുടങ്ങി. സെപ്റ്റംബർ 11 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. സെപ്റ്റംബർ 11 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇനി റൗണ്ട് 1ൽ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അലോട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാം. 2, ജോയിൻ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റൗണ്ട് 1ൽ കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യുക, വില്ലിങ്നെസ് സബ്മിറ്റ് ചെയ്യുക, അടുത്ത റൗണ്ടിക്ക് ചോയ്സ് ഫില്ല് ചെയ്യുക. അപ്പോഴും നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി കുട്ടികൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്ന് വിചാരിക്കുക. ജോയിൻ ചെയ്യാതെയും ഇരിക്കാം, ഫ്രീ എക്സിറ്റ് ഉണ്ട്, അടുത്ത റൗണ്ടിൽ നേരെ പങ്കെടുക്കാം, ഫീസ് നഷ്ടപ്പെടില്ല. ഇനി വൺസ് റൗണ്ട് 1ൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക, എന്നിട്ട് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും, ഫ്രീ എക്സിറ്റും കിട്ടും. അതായത് പൈസ നഷ്ടപ്പെടില്ല. എപ്പോഴാണ്? ടിൽ ദ ഡേറ്റ് ഓഫ് അനൗൺസ്മെൻറ്റ് ഓഫ് ദ R2, അതായത് റൗണ്ട് 2ൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതായത് എക്സ്ക്ലൂഡിങ് ദ റിസൾട്ട് ഡേറ്റ്, എന്നാണോ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 15-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ 20-ാം തീയതിയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ 20-ാം തീയതിയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ 19-ാം തീയതി വരെ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് റിസ്ക്കിയാണ് ഈ ഒരു സ്റ്റേജ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ ഫീസ് നഷ്ടപ്പെടും, പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് അപ്പോൾ അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ചോയ്സ്, ഒന്നുകിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് അപ്ഗ്രേഡേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നോർമലി ഫ്രീ എക്സിറ്റ് എടുക്കുക. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലുണ്ടാവും. അതേപോലെ നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് UGയുടെ സ്കോർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, അത് 10th സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റ്, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നീറ്റ് UGയുടെ ആപ്ലിക്കേഷൻ ഫോമിൽ പേസ്റ്റ് ചെയ്ത അതേ ഫോട്ടോ ആയിരിക്കണം. അതേപോലെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അത് ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്. അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് അനക്സർ 6ൽ, ആ ഫോർമാറ്റിൻ്റെ അനക്സർ 6ൽ അതിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, അത് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC, അതേപോലെ മറ്റ് ഡോക്യുമെൻറ്റുകൾ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത, ഇപ്പോൾ NCL, താലൂക്കിൽ നിന്നുള്ള NCL കൊണ്ടുപോകാം. EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, SC/ST കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ എവിടെ നിന്നുള്ളതായിരിക്കണം? താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് ജോയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് സെഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് വേണ്ടവർക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.